എന്നിട്ട് ഈ വകുപ്പിന്റെ ചുമതല ഹൈവേ പണിയുന്ന ഭാഗത്ത് മരങ്ങളോ ഇലക്ട്രിക് പോസ്റ്റുകളോ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണെന്നും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിച്ചു. സുജിത് ഭക്തൻ മരുമോൻ മന്ത്രിയെ നന്നായിട്ട് പതപ്പിച്ചു, വെളുപ്പിക്കാനുള്ള ശ്രമവും നടത്തി. ഒന്നാമത്തെ വിഷയം ഹൈവേ വിഷയത്തിൽ തന്ത്രപരമായിട്ട് റിയാസ് ജനങ്ങളെ പൊട്ടന്മാരാക്കി മാറ്റി എന്നുള്ളത് തന്നെയാണ്. കാരണം കേരളത്തിൽ ബഹുഭൂരിപക്ഷം പേരും അറിയാത്ത. നമസ്കാരം. ഇന്ന് നമ്മുടെ മലയാളത്തിലെ പ്രമുഖ ട്രാവൽ വ്ളോഗറുടെ മറ്റൊരു പോഡ്കാസ്റ്റിംഗ് ചാനലിൽ ഒരു വീഡിയോ കണ്ടു. നമ്മുടെ കേരളത്തിലെ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസുമായിട്ടുള്ളതായിരുന്നു ഇന്നത്തെ പോഡ്കാസ്റ്റ്. റീൽസ് തുടരും എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയുള്ളതായിരുന്നു വീഡിയോ. സ്വാഭാവികമായിട്ടും റീൽസ് എന്നുള്ള ക്യാപ്ഷൻ കാണുമ്പോൾ നാഷണൽ ഹൈവേ തന്നെയായിരിക്കും വിഷയം എന്നുള്ള ഒരു പ്രതീതി കാഴ്ചക്കാരിൽ സൃഷ്ടിക്കും. പോഡ്കാസ്റ്റ് വിഷയം തിരഞ്ഞെടുക്കുക, അതിലെന്ത് ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് തീരുമാനിക്കുക, നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുക, ഇതെല്ലാം സുജിത്തിന്റെ തന്നെ പരിധിയിൽ പെടുന്നതാണ്. അതിലൊന്നും നമുക്ക് കൈകടത്താൻ സാധിക്കില്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. ഈ കമന്റിന്റെ കാര്യം പറയാൻ കാരണം ഡിലീഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഈ ഒരു പോഡ്കാസ്റ്റിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല. പക്ഷേ ഇതൊന്നുമല്ല നമ്മളുടെ വിഷയം. ഒന്നാമത്തെ വിഷയം ഹൈവേ വിഷയത്തിൽ തന്ത്രപരമായിട്ട് റിയാസ് ജനങ്ങളെ പൊട്ടന്മാരാക്കി മാറ്റി എന്നുള്ളത് തന്നെയാണ്. കാരണം കേരളത്തിൽ ബഹുഭൂരിപക്ഷം പേരും അറിയാത്ത ഒരു വകുപ്പ്, അതും കോടികൾ ചെലവാക്കുന്ന ഒരു വകുപ്പ്, അതിനെ റിയാസ് ബുദ്ധിപൂർവം മറച്ചു വെച്ചു. രണ്ടാമത്തെ വിഷയം സുജിത്ത് റിയാസിനെ നന്നായിട്ട് പതപ്പിച്ചു, വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ള കമന്റുകളിട്ടവർക്കുള്ള ഒരു ചെറിയ മറുപടി. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു പോഡ്കാസ്റ്റ് മാത്രമാണ്, അല്ലാതെ തലങ്ങും വിലങ്ങും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരത്തിന് മറുചോദ്യം ചോദിക്കാനും ഇത് പ്രസ് മീറ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സുജിത്ത് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുമുണ്ടെങ്കിൽ പോലും ചിലതൊക്കെ ചോദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ റിയാസ് അതിൽ നിന്നും ബുദ്ധിപൂർവം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ സുജിത്ത് തുടർ ചോദ്യങ്ങൾ ഒഴിവാക്കി എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ആ ഇന്റർവ്യൂ കാണുമ്പോൾ 19 മിനിറ്റ് 50 സെക്കൻഡ് മുതൽ 22 മിനിറ്റ് വരെയുള്ള ഭാഗം ഒന്ന് കണ്ടാൽ കൃത്യമായിട്ട് റിയാസ് സത്യം മറച്ചു വെച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഇനി വിഷയത്തിലേക്ക് വരാം. അതായത് നമ്മുടെ കേരള സർക്കാരിന് കീഴിൽ PWD വകുപ്പിന് കീഴിൽ നാഷണൽ ഹൈവേ വിഭാഗം എന്നുള്ള ഒരു ഉപവകുപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. അത് സത്യത്തിൽ വെളിപ്പെടുത്തിയത് ഡോക്ടർ ഇ ശ്രീധരൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിലാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ ഉപവകുപ്പിൽ ആവശ്യത്തിന് എഞ്ചിനീയർമാരും മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ട്. വർഷത്തിൽ ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ട് 40 കോടിയോളം രൂപ ശമ്പള ഇനത്തിൽ ചെലവാക്കുന്നുണ്ട്. അവരുടെ ജോലി എന്ന് പറയുന്നത് കേരളത്തിലെ ഭൂപ്രകൃതി, കാലാവസ്ഥ, ഗതാഗത തിരക്ക് ഇതെല്ലാം കണക്കിലെടുത്ത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥർക്ക് സജഷൻസ് കൊടുക്കുക, റിസ്കുകൾ ഉണ്ടെങ്കിൽ അത് അവരെ ധരിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് എന്തിന് ആ വകുപ്പിനെ കുറിച്ച് പോലും പരാമർശിക്കാതെ കുറെ ഉദ്യോഗസ്ഥരുണ്ടെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ഈ വകുപ്പിന്റെ ചുമതല ഹൈവേ പണിയുന്ന ഭാഗത്ത് മരങ്ങളോ ഇലക്ട്രിക് പോസ്റ്റുകളോ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണെന്നും പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിച്ചു. അപ്പോ മരുമോൻ സത്യം മറച്ചു വെച്ചുകൊണ്ട് ഈ ആഹാ എന്ന് പറയുന്നിടത്ത് മാത്രം റീൽസ് ഇട്ട് ഓഹോ എന്ന് വരുമ്പോൾ മാളത്തിൽ ഒളിച്ച് എത്ര നാള് പിഴയ്ക്കും? ഈ ഗഡ്കരി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് കോൺട്രാക്ടിങ് കമ്പനിയെ മാത്രമല്ല വകുപ്പ് ഉദ്യോഗസ്ഥനെയും പിരിച്ചുവിട്ടു. റിയാസ് എന്ത് ചെയ്തു എന്ന് ഞാനിപ്പോൾ തിരിച്ചു ചോദിക്കുന്നു. ഇത്തരം പഴം വിഴുങ്ങികൾ ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ ഹൈവേകളിൽ, പാലങ്ങളിൽ ഓരോ സ്ലാബ് ജോയിൻ ചെയ്യുന്നിടത്തും ചാട്ടങ്ങൾ ഉണ്ടാവുന്നതും റോഡുകൾ തകരുന്നതും. എന്തിനേറെ ഇപ്പോഴും എറണാകുളത്ത് ഗോശ്രീ പാലത്തിൽ ഒരാഴ്ചക്കാലമായിട്ട് ഒരു പാലം അടച്ചിട്ടിരിക്കുക. കാരണം അപ്രോച്ച് റോഡിൽ നിന്ന് പാലത്തിൽ കയറുന്നതിൽ ഏണി വെച്ച് കയറണം. എന്നും അവിടെ റോഡ് താഴും, അറ്റകുറ്റപ്പണി നടത്തും, വണ്ടികൾ നശിക്കുന്നത് പൊതുജനങ്ങളുടേത്. ഏതായാലും റിയാസിന്റെ റീൽസ് തുടരും.